രാവിലെ കുറേ ആൾക്കാരുടെ ശബ്ദം കേട്ടാണ് ഞാൻ എണീക്കുന്നത്. വീടിന്റെ പുറകിലെ പാടത്ത് നിന്നാണ് ശബ്ദം കേട്ടത്. ഫയർ ആൻഡ് റെസ്ക്യൂ, നാട്ടുകാർ, അങ്ങനെ കുറേ ആൾക്കാരെ ആദ്യം കണ്ടൊന്ന് പേടിച്ചെങ്കിലും കാര്യം ഇതാണ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലേ, ഞങ്ങൾക്ക് കുറച്ച് പുല്ല് തിന്നാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ രണ്ട് പശുക്കളുടെ ഒരു കൂട്ടുകാരി നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഓടയിൽ വീണിരിക്കുകയാണ്. ഒരു കൂസലും ഇല്ല, പക്ഷെ ഇടയ്ക്കൊക്കെ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. നാട്ടുകാരും ഫയർ റെസ്ക്യൂ ഒക്കെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ സമയം പോകുന്നല്ലാണ്ട് പശുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. എന്താണെങ്കിലും ഭയങ്കര വിഷമം തോന്നിയിട്ടോ. ഇത്രയും വലിയ പശു ആ ചെറിയൊരു ഓടയിൽ വീണിട്ടുള്ള ഒരു അവസ്ഥ, പശുക്കുട്ടൻ്റെ അവസ്ഥ ശരിക്കും നല്ല ഫ്രാക്ചർ പറ്റി കാണും എന്നുള്ള എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നാട്ടുകാരും പരാജയപ്പെട്ടു, എല്ലാവരും പരാജയപ്പെട്ടു. അവസാനം അതേ JCB കൊണ്ടുവന്ന് ഇവരൊന്ന് ശ്രമിക്കുകയാണ്. പശുവിൻ്റെ മേത്ത് കൂടെ ഈ ഒരു കയറൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ട് JCB അങ്ങ് പതുക്കെ വലിക്കാൻ തുടങ്ങി. ആശാൻ അനങ്ങുന്നില്ലേ, കാലൊക്കെ സ്റ്റഡി ആയിട്ട് വെച്ചിരിക്കുക. ഞാൻ ഓർത്ത് കാലെല്ലാം ഒടിഞ്ഞ് തകർന്ന് നുറുകി കാണുന്നു. പക്ഷേ സാറിന് മനസ്സിലായി സംഭവം ഗുരുതരമാണ്, അനങ്ങിയ താഴെ വീണ്ടും വീഴുന്നു. കാലൊന്നും അനക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നുണ്ട് കാലൊടിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു, മിടുക്കനായ പശുക്കുട്ടനായിരുന്നു കേട്ടോ. എന്തോ വലിയ സംഭവം പറ്റി നല്ല ബോധ്യം ഉണ്ടായിരുന്ന പശുക്കുട്ടൻ കാലൊക്കെ അനക്കാൻ വീണ്ടും താഴെ വീണാ പണി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് അവൻ അനങ്ങിയില്ല. എന്താണെങ്കിലും മിടുക്കൻ പശുക്കുട്ടന് ഒന്നും പറ്റില്ല കേട്ടോ. ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് തന്നെ കുറേ നേരം നോക്കി നിന്നു, അവൻ എടുത്തോ എന്നറിയാൻ. പക്ഷേ ഒരു ചെറിയ പോറലൊക്കെ അവിടെയൊക്കെ പറ്റിയെന്നല്ലാണ്ട് എല്ലാവരും തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട്. സുന്ദരിക്കുട്ടി എന്താണെങ്കിൽ എന്നും കാണുന്നതാണ് ഇവരെ 4 പേരെ. അവർ വന്ന് പാടത്ത് വന്ന് പുല്ല് കഴിക്കുന്നു, പോകുന്നു. എന്നും പോകുന്നതും വരുന്നതും കാണുന്നതുകൊണ്ട് തന്നെ നല്ല വിഷമവും തോന്നി, നല്ല സന്തോഷം തോന്നി. എന്താണെങ്കിലും പശുക്കുട്ടനും ഹാപ്പി, ബാക്കിയുള്ളവരും ഹാപ്പി. വേറൊന്നും പറ്റില്ലല്ലോ. ആശാൻ ഓക്കെയാണ്, കട്ടയൊക്കെ അതേ നടക്കുന്ന കണ്ടില്ലേ. എന്താ ഇപ്പം ഇവിടെ സംഭവിച്ചത്, എനിക്കൊന്നും അറിയത്തില്ലേ, ഞാനൊന്നും കണ്ടിട്ടില്ലേ എന്ന മട്ടിലാണ് നമ്മുടെ പശുക്കുട്ടി. അവിടെ നിൽപ്പും ഭാവവും കണ്ടിട്ട് കൂട്ടുകാരികളെ തപ്പുവെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ അടുത്തൊന്നും ഈ പരിസരത്തോട്ട് വരാൻ സാധ്യതയില്ല.